ഹലോ കൂട്ടുകാരെ, ലിറ്റിൽ എക്സ്പ്ലോറേഴ്സ് ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഊട്ടിക്കടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇതൊരു നല്ല സ്ഥലമാണ്. കുറച്ചധികം ദൂരം നടന്നു വേണം ഈ സ്ഥലത്തേക്ക് എത്താൻ. വഴി അത്ര നല്ലതൊന്നുമല്ല. കുറച്ച് കാട്ടുപോത്തുകളൊക്കെ ഇടയ്ക്കുണ്ട്. രാവിലെ ആയതുകൊണ്ട് പോകാൻ നല്ല രസമായിരുന്നു. കുറേ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ വേണം നടന്ന് പോകാൻ. കുറച്ച് കയറ്റമുണ്ട്. പിന്നെ ഇത് അവസാനിക്കുന്നത് ഒരു പാറയുടെ മുകളിലാണ്. അവിടെയാണ് ഇതിൻ്റെ വ്യൂ പോയിൻ്റ്. ഇതൊരു അഗാധമായൊരു കൊക്കയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും മറ്റ് സുരക്ഷാ വേലികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം റിസ്കിൽ വേണം ഇത് പോയി കാണാൻ. ഇവിടെ പ്രത്യേകം പാസുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരിത് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേർ അങ്ങേയറ്റത്തൊക്കെ ആയിട്ട് നിൽക്കുന്നത് അകലെ നിന്ന് നമുക്ക് കാണാം. നമുക്കേതായാലും ഇതിൻ്റെ താഴത്തെ സൈഡിലേക്കും കൂടി ഒന്ന് പോകാം. ഇതാണ് അകലെ നിന്നുള്ള വ്യൂ. ഇത് കണ്ടോ, മുകളിൽ കുറച്ച് പേർ നിൽക്കുന്നത്. അപ്പോൾ അത്രയും അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജൂൺ സമയങ്ങളിൽ ഇതിങ്ങനെ മഞ്ഞ് നിറഞ്ഞ് നല്ല രസമാണ് ഇത് കാണാൻ. സൂക്ഷിച്ച് സ്വന്തം റിസ്കിൽ തന്നെ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ താഴെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങനെ തനിയെ എങ്ങാനും വരികയാണെങ്കിൽ അത്യാവശ്യത്തിന് വെള്ളവും ഭക്ഷണമൊക്കെ കരുതിക്കൊണ്ട് വേണം വരാൻ. കാരണം ഇത് കുറച്ചധികം നടക്കാനുണ്ട്. അതുപോലെ തന്നെ അടുത്ത് കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂനൂരിൽ നിന്നും ആർക്കാഡിൻ എന്ന സ്ഥലത്തേക്ക് ബസ്സുണ്ട്. അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ട്രസ്പാസിങ് ആക്ച്വലി അനുവദിക്കുന്നതല്ല. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നേരത്തെ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അടുത്തുള്ള കടക്കാരൻ ചേട്ടൻ അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയില്ല ഇവിടെ എന്തെങ്കിലും വേറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഏതായാലും തിരിച്ച് നമുക്കൊന്ന് കയറി പോകാം. കാരണം ഞാനിപ്പോൾ കുറച്ചധികം ദൂരം താഴേക്ക് ഇറങ്ങി വന്നു. ഇനി തിരിച്ച് അതുപോലെ തന്നെ മുകളിലേക്ക് കയറി പോകണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് യഥാസ്ഥാനത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ.